നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പെയിനുള്ള യോഗ പ്രാക്ടീസുകളാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രാക്ടീസുകളാണ് കൂടുതലും ചെയ്യുന്നത്. അതിനു പുറമെ ആദ്യം നമ്മൾ ലൂസനിങ് എക്സസൈസസ് ചെയ്യുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് വളരെ ശ്വാസഗതിക്കനുസരിച്ച് പൂർണ്ണമായും ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് കുറച്ച് സമയം വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ശ്രദ്ധിക്കാം. അല്പസമയം ഇതേ പൊസിഷനിൽ ഇരിക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, അതുപോലെ തന്നെ ദീർഘമായ ശ്വാസം പുറത്തേക്കും വിടുക. ഈ ഒരു ശ്വാസഗതിയെ പൂർണ്ണമായും ശ്രദ്ധിക്കുക. അതിനുശേഷം ഇരു കൈകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കണ്ണിന് മുകളിലായി വെച്ച് ഒന്ന് പതുക്കെ കണ്ണുകൾ തുറക്കാം. അതിനുശേഷം ഇരു കാലുകളും നേരെ വെച്ച് കൈകൾ രണ്ടും പിറകിലേക്ക് വെച്ച് ആങ്കിൾ റൊട്ടേഷൻ, രണ്ട് കാലിൻ്റെയും കണങ്കാല് പരമാവധി റൊട്ടേറ്റ് ചെയ്യും. ഇതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഇത് 5 തവണ അല്ലെങ്കിൽ 7 തവണ ഇതേ രീതിയിൽ കറക്കുകയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് കറക്കുകയും. വലത് കാൽ മുട്ട് മടക്കുക, കൈകൾ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് വലത് കാലിൻ്റെ മുട്ടിന് അടിയിലേക്ക്, വലത് കാല് മുകളിലേക്ക് വയ്ക്കുക. വലത് കാലിൻ്റെ മുട്ട് പരമാവധി കറക്കുക. ശ്വാസം എടുക്കുക, അതുപോലെ തന്നെ ശ്വാസം വിടുകയും ചെയ്യുക. ഇതേ രീതിയിൽ 5 തവണ റിപ്പീറ്റേഷൻ ചെയ്യാം. നേരെ വലത് കാലിൻ്റെ നീ. അതിനുശേഷം ശ്വാസം എടുക്കുക, നേരെ പിറകിലേക്ക്, അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് നേരെ സ്ട്രെയിറ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ചെസ്റ്റിനോട് ചേർത്ത് വയ്ക്കുക, ശ്വാസം വിട്ടുകൊണ്ട് നേരെ നിവർത്തുകയും ചെയ്യും. ഇതേ രീതിയിൽ ഇടത് കാലിലും ആവർത്തിക്കാം. അതിനുശേഷം വലത് കണങ്കാല് ഇടത് കാലിൻ്റെ മുകളിൽ വയ്ക്കുക, വലത് കൈ വലത് കാലിൻ്റെ മുകളിൽ വയ്ക്കുക. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് പരമാവധി സ്ട്രെച്ച് ചെയ്യുക. പറ്റാവുന്നത്ര തറയിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്. ഇതേ രീതിയിൽ ആവർത്തിക്കുക. ശ്വാസ രീതിയിൽ തന്നെ ഇടത് കാലിലും ആവർത്തിക്കുക. ശ്വാസം എടുക്കുക, നെഞ്ചിനോട് ചേർത്തിക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തറയിലേക്ക്. ഇത് ഹാഫ് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ അർദ്ധ തിത്തലി എന്ന് പറയുന്നത്. ഇത് ഒരു 5 തൊട്ട് 7 തവണ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം തിത്തലിയാസനം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എക്സസൈസ് പറയും. 2 കൈകളും നേരെ വയ്ക്കുക, ദീർഘമായ ശ്വാസം എടുക്കുകയും ചെയ്യുക. നട്ടിൽ നിവർത്തിയിരിക്കുക. പതുക്കെ 2 കാലിൻ്റെയും മുട്ട് പരമാവധി താഴേക്ക് സ്ട്രെച്ച് ചെയ്യും. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, അതുപോലെ തന്നെ ദീർഘമായ ശ്വാസം പുറത്തേക്ക്. 10 തൊട്ട് 20 തവണ വരെ ഇതേ രീതിയിൽ ആവും. അതിനുശേഷം കാലുകൾ റിലീസ് ചെയ്യാം. 2 കാലും പുറത്ത് പിടിച്ച് ഈ ഒരു സുഖാസനത്തിലിരിക്കാം. പരമാവധി നമ്മുടെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാം. നന്നായി ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. പരമാവധി നമ്മുടെ മിഡിൽ പാർട്ട് മാത്രം ഒന്ന് 2 കൈകളും 2 കൈവിരലുകളും ഷോൾഡറിന് മുകളിൽ വയ്ക്കുക. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് പരമാവധി ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യാം. നേരെ മുന്നിലേക്ക് വരുന്ന സമയത്ത് 2 കൈ മുട്ടും പരമാവധി സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതേ രീതിയിൽ 5 തൊട്ട് 7 വരെ ചെയ്യാം. വീണ്ടും കഴുത്തിൻ്റെ മൂവ്മെൻ്റ് ആണ്. പതുക്കെ മുന്നിലേക്ക് വരിക, ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്ക്, അതേപോലെ തന്നെ ഇടതുവശത്തേക്കും ഇതേ രീതിയിൽ മുക്കുക. ഇത് ഒരു 5 തവണ തൊട്ട് 7 തവണ വരെ ചെയ്യാം. ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇടതുവശം നേരെ പിറകിലേക്ക്, അതേ രീതിയിൽ വലതുവശവും മുന്നിലേക്ക്. ഒരു ലൂസനിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയം വിശ്രമിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക, ദീർഘമായ ശ്വാസം ഉള്ളിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കും വിടുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലെയും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിങ് സീരീസിലുള്ള ആസനമാണ്. ആദ്യം താടാസനം എന്ന് പറയും. 2 കാലുകളും ചേർത്ത് വയ്ക്കുക, 2 കൈകളും നമ്മുടെ ശിരസിന് മുകളിൽ വയ്ക്കുക. അതിനുശേഷം ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 2 കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം നമ്മുടെ ഹീല്
കൂറ്റി പരമാവധി മുകളിലേക്ക് ഉയർത്തുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും ഒന്ന് മുകളിലേക്കൊന്ന് ഉയർത്തുക. അതേ രീതിയിൽ ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും നേരെ താഴുക. ഇതേ രീതിയിൽ വീണ്ടും ഒരു 3 തൊട്ട് 5 തവണ അതിനുശേഷം ഇരു കൈകളും റിലീസ് ചെയ്യുക, കാലുകളും റിലീസ് ചെയ്യുക. വീണ്ടും ഇരു കാലുകളും ചേർത്ത് വയ്ക്കുക, അർദ്ധകടി ചക്രാസനം. 2 കൈകളും നേരെ വശത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ നേരെ മുകളിലേക്ക്. വീണ്ടും ഇരു കൈകളും വലത് കൈ നേരെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇടത് വശത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇതേ രീതിയിൽ നമ്മുടെ വലത് വശങ്ങളും അതുപോലെ ഇടത് വശങ്ങളും സ്ട്രെച്ച് ആയിരിക്കുന്നതാണ്. വീണ്ടും ദീർഘമായ ശ്വാസം എടുത്ത് വലത് കൈ നേരെ മുകളിലേക്ക്, അതിനുശേഷം വലത് കൈ നേരെ താഴേക്ക് കൊണ്ടുവരും. ഇതേ രീതിയിൽ ഇടത് കൈയും ആവർത്തിക്കാം. ഇടത് കൈ ശ്വാസം എടുക്കുക, വീണ്ടും നേരെ മുകളിലേക്ക് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് നേരെ മറിച്ച്. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇടത് കൈ റിലീസ്. വീണ്ടും അതുപോലെ തന്നെ 5 തവണ വരെ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം 2 കാലുകളും അകറ്റി വയ്ക്കുക. ദീർഘമായ ശ്വാസം എടുക്കുക. അടുത്ത ആസനം കടി ചക്രാസനം. മെയിനായിട്ട് നമ്മുടെ മിഡിൽ ഭാഗത്തെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തുക. 2 വശങ്ങളിലും ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലത് വശത്തേക്ക്. അതിനുശേഷം വലത് കൈ ഇടത് വയറിന്റെ ഭാഗത്ത്, അതുപോലെ ഇടത് കൈ വലത് ചുമലിന്റെ ഭാഗത്തേക്ക് ദീർഘമായ ശ്വാസം എടുക്കുക. പതുക്കെ ഇരു കൈകളും നേരെ ശ്വാസം വിട്ടുകൊണ്ട് ഇടത് വശത്തേക്ക്. ഇടത് കൈ വലത് വയറിനും വലത് കൈ ഇടത് വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കൈകളെ റിലീസ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഷോൾഡർ ഒന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം, തിരിച്ചും സ്ട്രെച്ച് ചെയ്യാം. അതിനുശേഷം റിലാക്സേഷൻ പോസ്റ്റർ. ഈ ഒരു വജ്രാസനത്തിലിരിക്കുക. വജ്രാസനത്തിൽ നിന്ന് 2 കാലുകളും അല്പം അകറ്റി വയ്ക്കുക. കൈകൾ കൊണ്ട് മെഷർ ചെയ്യാം. 2 കൈകളും നേരെ നിവർത്തി വയ്ക്കുക. ഒരു കൈ കൂടി മുന്നിലേക്ക് വെച്ച് പതുക്കെ ഒന്ന് നമ്മുടെ ശരീരത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. നേരെ മുന്നിലേക്ക് നോക്കുക. ഒന്ന് റൊട്ടേഷൻ ചെയ്യുക. നമ്മുടെ ഹിപ്പിനെ പരമാവധി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ അതേ രീതിയിൽ നന്നായിട്ട് ഇതേ രീതിയിൽ റിവേഴ്സായിട്ടും റൊട്ടേറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഏകദേശം ഒരു 5 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 5 തവണ ചെയ്യും. അതിനുശേഷം പൂർണ്ണമായും റിലാക്സേഷനിൽ ശശാങ്കാസനത്തിൽ കിടക്കുക. നമ്മുടെ നെറ്റി തറയിലേക്കും ബട്ടക്സ് പൂർണ്ണമായും ഹീൽസിനെ ടച്ച് ചെയ്ത് പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കുക. ഇതേ രീതിയിൽ തന്നെ പതുക്കെ തിരിച്ച് ഈ ഒരു പൊസിഷനിൽ വരിക. മാർജാരാസനം. ശ്വാസം എടുത്തുകൊണ്ട് പൂർണ്ണമായും സ്പൈൻ കർവ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. ഇതേ രീതിയിൽ ആവർത്തിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. വീണ്ടും റിലാക്സേഷനിൽ ശശാങ്കാസനത്തിൽ വരാം. ഇതേ രീതിയിൽ വീണ്ടും നമുക്ക് ഈ ഒരു പൊസിഷനിൽ വന്ന് ഇരു കാലുകളും ഒന്ന് ചെസ്റ്റ് ചേർത്ത് നേരെ മുന്നിലേക്ക് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്തുക. അതേ രീതിയിൽ നേരെ മുന്നിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. അതേപോലെ തന്നെ വലത് കാൽമുട്ട് നെറ്റിയിൽ സ്പർശിക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. ഇതേ രീതിയിൽ ഇടത് കാലിലും ആവർത്തിക്കാം. ശ്വാസം എടുക്കുക. ഇടത് കാല് നേരെ നിവർത്തി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. അതിനുശേഷം 2 കാലും ചേർത്ത് വയ്ക്കുക. പതുക്കെ ശശാങ്കാസനത്തിൽ റിലാക്സ് ചെയ്യുക. വേണമെങ്കിൽ കൈമുട്ട് തറയിൽ സ്പർശിക്കുക. ഈ ഒരു പൊസിഷനിൽ നിന്ന് പതുക്കെ നേരെ മുന്നിലേക്ക് വരിക. 2 കൈകളുടെയും സഹായത്തോടു കൂടി ഇടത് കാലും അതുപോലെ തന്നെ വലത് കാലും സ്ട്രെയിറ്റ് ചെയ്ത് പതുക്കെ മകരാസനത്തിൽ വിശ്രമിക്കും. ഈ ഒരു പൊസിഷൻ മകരാസനം എന്ന് പറയും.
റിലാക്സേഷൻ പോസ്റ്ററാണ്. പതുക്കെ ഈ ഒരു പൊസിഷനിൽ നിന്ന് 2 കാലുകളും ചേർത്ത് വയ്ക്കുക, 2 കൈകളും നേരെ വശങ്ങളിൽ വയ്ക്കുക. സരള ഭുജംഗാസനം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്, പറ്റാവുന്നത്ര മാത്രം നമ്മുടെ സ്പൈനിനെ നന്നായിട്ട് കർവ് ചെയ്യുക. നേരെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. ഇതേ രീതിയിൽ ഒരു 5 തവണ റിപ്പീറ്റ് ചെയ്യുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴേക്ക്. വീണ്ടും റിലാക്സേഷൻ പൊസിഷനിൽ വരിക. കാലുകൾ അല്പം അകത്തി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ശലഭാസനം ചെയ്യാം. 2 കാലും ചേർത്ത് വയ്ക്കുക, 2 കൈകളും നേരെ തുടയുടെ അടിയിൽ വയ്ക്കുക. നമ്മുടെ താടി തറയിൽ സ്പർശിക്കട്ടെ. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കാല് നേരെ താഴേക്ക്. ഇതേ രീതിയിൽ ഇടത് കാല് നേരെ മുകളിലേക്ക്, ഇടത് കാല് നേരെ താഴേക്ക്. ഈ ഒരു സമയത്ത് വലത് കാലിൻ്റെയും ഇടത് കാലിൻ്റെയും മുട്ട് പരമാവധി സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്വാസഗതിയെയും ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴേക്ക്. പതുക്കെ 2 കാലുകളും അകത്തി വയ്ക്കുക. നേരെ ഒന്ന് മുകളിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക. 2 കൈകളും ഒരുമിച്ച് നമ്മുടെ താടിയിൽ ഒന്ന് സ്പർശിക്കുക. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, ദീർഘമായ ശ്വാസം പുറത്തേക്ക്. വീണ്ടും പതുക്കെ റിലീസ് ചെയ്യുക. അതിനുശേഷം 2 കൈകളും നേരെ മുകളിലേക്ക് വയ്ക്കുക, 2 കാലുകളും ചേർത്ത് വയ്ക്കുക. പൂർണ്ണമായും താഴെ ഭാഗം ഒന്ന് താഴേക്കും അതുപോലെ തന്നെ മുകൾ ഭാഗം പൂർണ്ണമായും മുകളിലേക്കും ഒന്ന് പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മുടെ ബാക്ക് മസിൽസിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും പൂർണ്ണമായും ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. പതുക്കെ ഇടത് കൈ ഇടതുവശത്തേക്കും പതുക്കെ ചെരിഞ്ഞ് കിടക്കുക. അതിനുശേഷം ഒന്ന് മലർന്ന് കിടക്കുക, ശവാസനം. അതിനുശേഷം 2 കാലുകളും ചേർത്ത് വയ്ക്കുക, 2 കൈകളും വശങ്ങളിലേക്ക് വെച്ച് ഇടത് കാൽ മുട്ട് മടക്കി നമ്മുടെ പൃഷ്ഠഭാഗത്തിനോട് ചേർത്ത് വയ്ക്കുക. 2 കൈകളും നമ്മുടെ പൃഷ്ഠഭാഗത്തിൻ്റെ വശങ്ങളിലേക്ക്. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് ഉയർത്തുന്നതിനോടൊപ്പം വലത് വിരലുകൾ, കാൽവിരലുകൾ പൂർണ്ണമായും തറയിലേക്ക് സ്ട്രെച്ച് ചെയ്തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലത് കാല്, ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് വലത് കാല് താഴെ. ഇതേ രീതിയിൽ ഇടത് കാലിലും ആവർത്തിക്കാം. വലത് കാൽ മുട്ട് മടക്കുക, ഇടത് കാല് നേരെ മുകളിലേക്ക്, അതുപോലെ തന്നെ ഇടത് കാല് നേരെ താഴേക്ക്. ശ്വാസഗതിക്കനുസരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് നേരെ താഴെ. ഇതേ രീതിയിൽ വലത് കാല് റിപ്പീറ്റ് ചെയ്യാം. 5 തൊട്ട് 7 വരെ റിപ്പീറ്റ് ചെയ്യാം. ശ്വാസത്തിൽ കിടക്കാം, 2 കാലുകളും ചേർത്ത് വയ്ക്കുക. അതിനുശേഷം പവനമുക്താസനം, അർദ്ധഭവനമുക്താസനം. വലത് കാൽമുട്ട് മടക്കുക, 2 കൈകളും ഇന്റർലോക്ക് ചെയ്ത് പൂർണ്ണമായും വയറിനോട് ചേർത്ത് 2 കാൽവിരലുകളും പൂർണ്ണമായും പുറമേക്ക് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക് വരിക. അതേപോലെ തന്നെ താടി നമ്മുടെ വലത് കാൽ ശ്വാസം എടുക്കുക, നേരെ പുറത്തേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം വലത് കാല് റിലീസ് ചെയ്യുക. ഇതേ രീതിയിൽ ഇടത് കാൽമുട്ട് മടക്കുക, 2 കൈകളും കാൽമുട്ടിൻ്റെ വശങ്ങളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ദീർഘമായ ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. ഇതേ രീതിയിൽ 5 തവണ വരെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം. പതുക്കെ 2 കാൽമുട്ടുകളും ഒന്ന് മടക്കി പൃഷ്ഠഭാഗത്തോട് ചേർത്ത് വയ്ക്കുക. 2 കൈകളും
കാലിൻ്റെ മുട്ടിന് വശങ്ങളായിരിക്കുക, അല്ലെങ്കിൽ കാലിൻ്റെ ഹീലിന് വശങ്ങളായിരിക്കുക. വിത്ത് സപ്പോർട്ട് നമ്മുടെ കൈകളുടെ സഹായത്തോടു കൂടി ശ്വാസം മുകളിലേക്ക് എടുക്കുന്നതിനോടൊപ്പം നമ്മുടെ മിഡിൽ പാർട്ട് പരമാവധി മധ്യഭാഗം പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴെ. രണ്ട് കാലുകളും അല്പം അകത്തി വയ്ക്കുക. ശരീരത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴെ. ഇതേ പൊസിഷനിൽ നിന്നിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് ഇരു കൈകളും നേരെ പിറകിലേക്ക്. രണ്ട് കൈയുടെ മുട്ടുകളും തറയിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. ഉദരകർഷണാസനം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇരു കാലുകളും വലതുവശത്തേക്ക് പോകുന്നതിനോടൊപ്പം ഇടതുവശത്തേക്ക് പോകും. വീണ്ടും ശ്വാസം എടുത്ത് നേരെ മിഡിൽ വരിക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ താഴെ ഭാഗം പോകുന്നതിനനുസരിച്ച് നേരെ വലതുവശത്തേക്ക് പോകും. ഇതേ രീതിയിൽ ഒരു 5 തൊട്ട് 7 വരെ ആവർത്തിക്കാം, പതുക്കെ പേരില്ലാത്ത രീതിയിൽ. അതിനുശേഷം രണ്ട് കാലുകളും അല്പം അകത്തി വയ്ക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കാലിൻ്റെ മുട്ട് ഇടത് ഹീലിന് ടച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇടത് കാൽവെള്ളയിൽ സ്പർശിക്കുക. ദീർഘമായ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽമുട്ട് വലത് കാൽവെള്ളയിൽ സ്പർശിക്കുക. അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് നോക്കി ഇതേ രീതിയിൽ ആവർത്തിക്കുക. അതിനുശേഷം വലത് കാലിൽ നിവർത്തിക്കുക, ഇടത് കാലിൽ നിവർത്തിക്കുക. കൈകളൊന്ന് രണ്ട് വശങ്ങളിലേക്ക് വയ്ക്കുക. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റോളം ഈ ഒരു പൊസിഷനിൽ തന്നെ കിടക്കും. ഈ ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങളെ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കും. അതിനുശേഷം രണ്ട് കാലുകളും ചേർത്തിരിക്കുക. കൈകൾ പൂർണ്ണമായും ഒന്നും മുകളിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യും. കാലുകൾ നേരെ താഴേക്ക്, അതുപോലെ തന്നെ കൈകൾ നേരെ മുകളിലേക്ക്. പതുക്കെ രണ്ട് കാൽമുട്ടും മടക്കി വലതുവശത്തേക്ക് ചേർന്ന് കൈകളുടെ സഹായത്തോടെ പൂർണ്ണമായും നേരെ എഴുന്നേറ്റിരിക്കാം. പറ്റാവുന്ന രീതിയിൽ ഇരിക്കാം. ക്രോസ് ലെഗിലിരിക്കാം. നമസ്കാരം.